അർച്ചന, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ടൗൺ ഹാളിൽ എത്തിയിരിക്കുന്നു അല്ലേ? സിന്ദൂരി മൃതദേഹം ടൗൺ ഹാളിൽ എത്തി. സലീംകുമാറിന്റെ പങ്കാളിയും ഒപ്പം മകനുമാണ് ഇപ്പോൾ ടൗൺ ഹാളിനകത്തേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഈ പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തുകയാണ്. മൃതദേഹം ടൗൺ ഹാളിനകത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ ജനാവലി അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആളുകൾക്കൊക്കെ കാണാൻ തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ടൗൺ ഹാളിൽ എത്തിക്കുന്നത്. എന്തായാലും ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ച് എത്തുകയാണ്. നമ്മളതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം അരമണിക്കൂർ ആശുപത്രിയിൽ നിന്ന് അരമണിക്കൂർ മുൻപാണ് മൃതദേഹം പുറപ്പെട്ടപ്പോൾ 9:15 ഇവിടെ എത്തി പൊതുദർശനം ആരംഭിക്കുകയാണ്. 1 മണി വരെയാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിൽ മധ്യേ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടുത്തെ നാട്ടുകാരും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ച ടൗൺ ഹാളിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒപ്പം ഭാര്യയും മകനും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും സിനിമാ ലോകത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നഷ്ടം വലിയ വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇന്നലെ അടക്കം അമൃതാശുപത്രിയിലടക്കം വലിയൊരു ആൾക്കൂട്ടം തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ടൗൺ ഹാളിൽ വലിയൊരു ജനസാഗരത്തെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ടൗൺ ഹാളിനകത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പൊതുദർശനം, ആളുകളെ കയറ്റിയുള്ള പൊതുദർശനം ആരംഭിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഒപ്പം സിനിമാ പ്രവർത്തകരും തന്നെയാണ് അവസാനത്തെ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിലും കൂടെയുള്ളത്. അവരെല്ലാം മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കി അദ്ദേഹത്തെ കാണാനെത്തുന്നവർക്കെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇവിടുത്തെ നാട്ടുകാരും ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം തന്നെ എത്തും. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പറവൂർ ടൗൺ ഹാളിൽ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 9:15 കൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ എത്തിക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായത്. സിനിമയിൽ ഒരു വലിയ കാലം അദ്ദേഹത്തിന് ജീവിക്കുകയായിരുന്നു. അദ്ദേഹം നമ്മുടെ ഓരോ മലയാളികളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജീവിക്കുകയായിരുന്നു. അങ്ങനെ മലയാളത്തിലൊരു ചരിത്രം കുറിച്ചുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ആണ് സലീംകുമാർ വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത സിനിമാ ലോകത്തെ മാത്രമല്ല മലയാളികളെ ഓരോരുത്തരെയും വലിയ വേദനയുണ്ടാക്കുന്നതാണ്. കാരണം അത്രമാത്രം കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ്. ഒരു യുഗാന്ത്യം എന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഈ വിയോഗം വിശേഷിപ്പിക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം കഥാപാത്രങ്ങളാണ് സമ്മാനിച്ചത്. ചിന്തിപ്പിച്ച് ഒടുവിൽ കരയിച്ചിട്ട് അദ്ദേഹം യാത്രയാകുമ്പോൾ ഒരു വലിയ വിടവ് തന്നെയാണ് അതുണ്ടാക്കുന്നത്. അദ്ദേഹത്തിനെ കാണാൻ അത്തരത്തിൽ ആളുകൾ എത്തും. കാരണം പറവൂരുകാരെ സംബന്ധിച്ച് ഒരു സ്വന്തം നാട്ടുകാരനാണ് അദ്ദേഹം. ഒരു സിനിമാ വേഷം അഴിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഒരു നടന്റെ കഥാപാത്രത്തിന്റെ വേഷം അഴിച്ചു വെച്ചാൽ അദ്ദേഹം സാധാരണക്കാരായ പച്ചയായ ഒരു മനുഷ്യനാണ്. ആ പച്ചയായ മനുഷ്യനെ കാണാൻ കൂടിയായിരിക്കും ഇന്ന് ടൗൺ ഹാളിൽ ഓരോരുത്തരും എത്തുക. അദ്ദേഹവുമായി രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ആളുകൾ പോലും അദ്ദേഹവുമായി വലിയ രീതിയിൽ വ്യക്തി ബന്ധം സൂക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹവും അങ്ങനെ ഒരു ശൈലിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിൽ ജനസമൂഹവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഇവിടുത്തെ മനുഷ്യരുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരും എല്ലാം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തുള്ളത്. അവർ ഇതിനുള്ള അവസാനം, അതായത് ആളുകളെ പ്രവേശിക്കുന്നതിന് മുന്നേ അവസാനഘട്ട ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. എന്തായാലും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ മകനും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവസാനം അദ്ദേഹം പങ്കെടുത്ത പരിപാടി അത് പറവൂരിന്റെ മണ്ണിലാണ്. അദ്ദേഹം നാട്ടുകാരോട് ഏറെ ചിരിച്ച് സൗമ്യനായി സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് മടങ്ങിയത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പരിപാടി. അങ്ങനെ പറവൂരിൽ തന്നെ ഒരു പൊതു പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം വിടവാങ്ങുകയും ചെയ്യുന്നത്. പല രോഗാവസ്ഥയും അതിജീവിച്ച് കലോശസ്ത്രക്രിയ എല്ലാം കഴിഞ്ഞ് അതിനോടെല്ലാം തിരിച്ചുകൊണ്ട് പോരാടിയിരുന്ന ആളാണ്. തന്റെ ജീവിതത്തിലെ ഹീറോ താൻ തന്നെയാണ് എന്ന് എപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. എന്തിനേയും സധൈര്യം നേരിടുക, അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക. 2 കണ്ണുകളാണ് എനിക്കുള്ളത്, ഒന്ന് ചിരിക്കാനും ഒന്ന് കരയാനും. അതിൽ ചിരിക്കാനും സന്തോഷിക്കാനും മാത്രമാണ് താൻ എന്നും തിരഞ്ഞെടുക്കുക എന്ന് അദ്ദേഹം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളികളെ കരയിപ്പിച്ചിട്ടുണ്ട്. ആദാമിന്റെ അബു എന്ന അതേ അബൂക്ക നമ്മളെല്ലാം കണ്ണീറിണീച്ച് തന്നെയാണ് ആ കഥാപാത്രം പൂർത്തിയാകുന്നത്. അങ്ങനെ ഒരു പറ്റം ചിന്തിച്ചും ചിരിപ്പിച്ചും മടങ്ങി അദ്ദേഹം നമ്മളെ കരയിപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ വേദനകൾ നമ്മുടെ കൂടെ വേദനകളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കഥാപാത്രങ്ങളെ കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പോലും അദ്ദേഹം ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായി ജീവിക്കുന്നത് ആ ശരീരത്തിൽ കൂടെ പോലും നമ്മൾ അറിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെ
സലീംകുമാർ എന്ന നടനെ ഒരു തരത്തിലും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി അദ്ദേഹത്തിന്റെ മുഖമൊന്ന് കാണാനായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തിങ്ങി നിറയെ കാഴ്ചയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ശക്തമായ മഴയായിരുന്നു ഇതുവരെ പറവൂരിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴയൊന്ന് മാറി നിന്നിട്ടുണ്ട്. എന്തായാലും ഇതോടുകൂടി പറവൂരിന്റെ ഈ ടൗൺ ഹാളിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കും നമ്മൾ കാണുകയാണ്. ഇതൊന്നും ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവസാനഘട്ട ഒരുക്കം എന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും സാധാരണക്കാരായ ഇവിടുത്തെ ഓരോരുത്തരെയും ഇത്തരത്തിൽ മൃതദേഹം പൊതുദർശനം ആരംഭിക്കുന്ന തരത്തിലേക്ക് കടക്കുക.